നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഗണഗീതം തടഞ്ഞ സംഭവത്തിൽ ക്ഷേത്രങ്ങൾ RSSന്റെ ഓഫീസ് അല്ലല്ലോ എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഗണഗീതം ക്ഷേത്രങ്ങളിൽ പാടിയാൽ ജനങ്ങൾ തടയുമെന്നും KK രാഗേഷ്. തയ്യിലിൽ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ മാതാവ് ശരണ്യയ്ക്ക് ജീവപര്യന്തം, 1 ലക്ഷം രൂപ പിഴയും. തോട്ടടയിൽ ബൈക്ക് അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചത് SN കോളേജിലെ BSc ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അഖിലേഷ് രവീന്ദ്രൻ. സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്ത് നടത്തി 32 പരാതികളിൽ 18 എണ്ണം തീർപ്പാക്കി. വാർത്തകൾ വിശദമായി. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഗണഗീതം തടഞ്ഞ സംഭവത്തിൽ ക്ഷേത്രങ്ങൾ RSSന്റെ ഓഫീസ് അല്ലല്ലോ എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSSന് വിശ്വാസികളുമായി എന്ത് ബന്ധം? ഗണഗീതം RSSന്റെ ഓഫീസിൽ പാടിക്കോ? ക്ഷേത്രങ്ങളിൽ പാടിയാൽ ജനങ്ങൾ തടയുമെന്നും രാഗേഷ് പറഞ്ഞു. കണ്ണൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിൽ ക്രമക്കേടുണ്ടെന്നും KK രാഗേഷ് ആരോപിച്ചു. കണ്ണൂർ DC ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത ഉണ്ടാക്കുക, ആ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജാതി ഉപജാതി സഖ്യങ്ങളെ വർഗീയമായി ഉപയോഗിക്കുക, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി. അതല്ലേ ചെയ്യുന്നത്. വിശ്വാസമായിട്ട് എന്താ ബന്ധം? RSSന് വിശ്വാസമായിട്ട് ഒരു ബന്ധമില്ല. വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗണഗീതം RSSന്റെ ആഫീസ് പാടിക്കൊള്ളുക, അല്ലാണ്ട് ക്ഷേത്രത്തിൽ പാടാൻ വേണ്ടി പുറപ്പെട്ടാൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും നാട്ടിൽ. കണ്ണൂരിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ജില്ലാ വരണാധികാരിയായ കളക്ടർക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർക്കും പരാതിയായി നൽകിയിട്ടുമുണ്ട്. CPMന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലാണ് വോട്ട് ചേർക്കൽ കൂടുതലുള്ളത്. തളിപ്പറമ്പ്, അഴീക്കോട്, കല്യാശ്ശേരി എന്നിവിടങ്ങളിലാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടത്. BLOമാർ അറിയാതെ മറ്റു സംസ്ഥാനക്കാരായ ചില പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ലോഗ് ഇന്നിൽ അവർ ചേർക്കാത്ത പേരുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചേർത്ത 9,000-നേക്കാൾ ഇരട്ടിയിലേറെ 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ ചേർക്കുന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര പരിശോധന വേണമെന്നും KK രാഗേഷ് പറഞ്ഞു. സാധാരണ നിലയിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ BLO ആണ് അത് വെരിഫൈ ചെയ്യേണ്ടത്. BLO വെരിഫൈ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ BLAമാരുണ്ടാവും. ആ BLAമാർക്ക് വിവരങ്ങൾ കൈമാറണം. അങ്ങനെ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ BLAമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയാവും അത്. ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് BLOമാര് പരിശോധന നടത്തി, അവർ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ആക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. പക്ഷേ പ്രാദേശികമായി പരിശോധിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വോട്ട് വന്നതായിട്ട് BLOമാർക്ക് അറിയില്ല. മിക്കവാറും എല്ലാ ബൂത്തുകളിലും നിസ്സാരമായ വോട്ടുകൾ അപേക്ഷയായിട്ട് വന്നതായിട്ടാണ് BLOമാർ പറയുന്നത്. അപ്പോൾ BLOമാർ അറിയാതെ, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ BLA, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ BLAമാർ പോലും, വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തിനാൽ ഞങ്ങൾ അറിയുന്നില്ല, BLAമാർ അറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഇതിന് കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹിയിലുള്ള ആസ്ഥാനത്തെ സെർവർ വഴിയാണ് ഇത് ചെയ്തതെന്ന് സംശയിക്കുന്നതായി KK രാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ തയ്യിലിൽ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ മാതാവ് ശരണ്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ, 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കേസിലെ 2ാം പ്രതിയായ നിധിനെ കോടതി വെറുതെ വിട്ടിരുന്നു.
1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശരണ്യയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദം അംഗീകരിക്കാതിരുന്ന കോടതി ശരണ്യയെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. പിഴയായി അടയ്ക്കേണ്ട 1 ലക്ഷം രൂപ ശരണ്യയുടെ ഭർത്താവായ പ്രണവിന് നൽകണം. അനന്തമായി കുഞ്ഞിനെ സ്നേഹിക്കേണ്ട അമ്മ നിർഭാഗ്യവശാൽ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചു. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികളും ഉദ്ധരിച്ചായിരുന്നു വിധി പ്രസ്താവം. അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. The allegation is that A1 mother committed the death of her own infant child aged 1.5 years. So the alleged incident happened as early as in 2020, February 17. That's the prosecution case. Today, the court convicted and sentenced the accused for life under section 302 IPC. And yesterday, the prosecution argued that she is entitled for death sentence, but I argued that there is every chance for reformation and she was never involved in any other crime. Even now she is leading a normal life. So if death sentence award is against the principle of reformative theory of punishment. So that is accepted by the court and only imprisonment of life is awarded. 2020 ഫെബ്രുവരി 17 കടൽഭിത്തിയിൽ എറിഞ്ഞ് 1.5 വയസ്സുള്ള വിയാനെ ശരണ്യ കൊലപ്പെടുത്തിയത്. രണ്ടാം പ്രതിയായ ശരണ്യയുടെ ആൺസുഹൃത്തിനെ കോടതി വെറുതെ വിട്ടിരുന്നു. രൂക്ഷമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും നേരെ കോടതി നടത്തിയത്. തോട്ടടയിൽ ബൈക്ക് അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. SN കോളേജിലെ BSc ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അഖിലേഷ് രവീന്ദ്രനാണ് മരിച്ചത്. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിയാണ് അഖിലേഷ്. തോട്ടടയിൽ ബൈക്ക് അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. SN കോളേജിലെ BSc ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അഖിലേഷ് രവീന്ദ്രനാണ് മരിച്ചത്. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിയാണ് അഖിലേഷ്. അഖിലേഷ് ഓടിച്ച സ്കൂട്ടർ നിർത്തിയിട്ട ടിപ്പർ ലോറിയുടെ പിന്നിലിടിച്ചാണ് അപകടം. തലശ്ശേരി നഗരസഭയുടെ കീഴിൽ ചിറക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ കഫേയിൽ മോഷണം. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. പുറത്തെ പൂട്ടും ഓടാമ്പലും തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 15,000 രൂപയും നാണയത്തുട്ടുകളും മോഷ്ടിച്ചു. തലശ്ശേരി നഗരസഭയുടെ കീഴിൽ ചിറക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ കഫേയിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പുറത്തെ പൂട്ടും ഓടാമ്പലും തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 15,000 രൂപയും ചില്ലറ നാണയങ്ങളുമാണ് കൊണ്ടുപോയത്. ഏതാണ്ട് 16,000-ൽ പരം രൂപ കളവ് പോയതായാണ് പരാതി. സ്കൂൾ രാവിലെ തുറക്കാൻ വന്നിട്ട് ചാവി കുത്തി തുറന്നതാണ്. ഉള്ളിൽ കയറി നോക്കുമ്പോൾ കവയിട്ടെല്ലാം തുറന്നിട്ട് മൊത്തം പൈസയെല്ലാം എടുത്തു പോയതാണ്. അപ്പം നമ്മൾ ടീച്ചറോട് പ്രിൻസിപ്പളോട് പോയിട്ട് പറഞ്ഞ് അവരെല്ലാം വന്ന് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തുണ്ട് കുറേ ചില്ലറ പൈസ ഉണ്ട്. കുട്ടികളെടുത്ത് ചില്ലറയല്ലേ ഉണ്ടാകാം. ആ ചില്ലറയാണ് നമുക്ക് തരും. അതെല്ലാം പോയിന്. സാധനങ്ങളൊന്നും പോയില്ല, പൈസ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അവർ മൊത്തം ഗ്യാസും മേലും മേശമേലെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചിട്ടാണ് പോയത്. അവരെ തോർത്ത് കൂടി ആയിപ്പോയിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു. കുട്ടികൾക്ക് ചായ, പലഹാരങ്ങൾ, മിഠായികൾ തുടങ്ങി വിൽക്കുന്ന കഫേയാണിത്. സാധനങ്ങൾ വാങ്ങിയവർക്ക് നൽകാനായി സൂക്ഷിച്ച പണമാണ് കളവ് പോയത്. വ്യാഴാഴ്ച രാവിലെ കഫേ തുറക്കാനായി കുടുംബശ്രീ അംഗങ്ങൾ എത്തിയപ്പോഴാണ് പൂട്ട് തകർത്തതും മോഷണവും ശ്രദ്ധയിൽപ്പെട്ടത്. കഫേയിൽ നിന്ന് പണം മാത്രം കവർന്ന പ്രതികൾ അകത്തുണ്ടായിരുന്ന ഗ്യാസ് ഉപകരണങ്ങളിലും മേശയിലും വെള്ളം ഒഴിച്ച് അലങ്കോലപ്പെടുത്തിയിരുന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ഒരു തോർത്തുമുണ്ട് അകത്തുനിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിർദ്ദിഷ്ട തീരദേശ പാതയിൽ നിന്ന് പ്രധാന വ്യാപാര കേന്ദ്രമായ തലശ്ശേരി മെയിൻ റോഡിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട തീരദേശപാതയിൽ നിന്ന് പ്രധാന വ്യാപാര കേന്ദ്രമായ തലശ്ശേരി മെയിൻ റോഡിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏകദിന ഉപവാസം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഉപവാസ സമരത്തിന് മുമ്പ് 2 പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയുമുണ്ടായി. ഒരു വികസനം നാട്ടിൽ കൊണ്ടുവരുന്നതിന് നാട്ടിലെ ആരും എതിരല്ല.
വ്യാപാരികൾ എതിരല്ല, തൊഴിലാളികൾ എതിരല്ല. പക്ഷെ ആ ഒരു വികസനം കൊണ്ടുവരുമ്പം ആ വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടവർ ആ പ്രദേശത്ത് വ്യാപാരവും തൊഴിലും ചെയ്യുന്നവരാണ്. അവരെ വിശ്വാസത്തിലെടുക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം നൽകണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുഖ്യ രക്ഷാധികാരി CC വർഗീസ് അധ്യക്ഷനായി. ജനറൽ കൺവീനർ KN പ്രസാദ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP പ്രമോദ്, CITU ഏരിയ സെക്രട്ടറി T രാഘവൻ, CITU സെക്രട്ടറി PP അഷ്റഫ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസർ മഡോൾ, സമിതി വൈസ് ചെയർമാൻ AK സക്കരിയ, KVVS ജില്ലാ കൌൺസിൽ അംഗം ദിനേശൻ പൊയിലൂർ, സദേൺ മർച്ചന്റ്സ് പ്രസിഡന്റ് PP ചിന്നൻ, ഫുഡ് ഗ്രെയിൻ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി EA ഹാരിസ്, വനിതാ വിംഗ് സെക്രട്ടറി ജെസി രാഗേഷ്, CITU സെക്രട്ടറി PK നാസർ, ഗോൾഡ് മർച്ചന്റ് സെക്രട്ടറി വിനോദ് കുമാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MK രൂപേഷ് എന്നിവർ പങ്കെടുത്തു. സമാപന സമ്മേളനം TM ഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്ത് കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെയർപേഴ്സൺ M ഷാജിറിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. 32 പരാതികളാണ് ഇന്ന് പരിഗണനയ്ക്ക് വന്നത്. അതിൽ 18 എണ്ണത്തിൽ തീർപ്പാക്കി. സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്ത് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെയർപേഴ്സൺ M ഷാജിറിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. 32 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. അതിൽ 18 എണ്ണം തീർപ്പാക്കി. 14 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. 7 പരാതികളാണ് പുതുതായി ലഭിച്ചത്. യുവജന കമ്മീഷനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ധാരണ കൈവരികയാണെന്നും അതിനാൽ ഇപ്പോൾ പരാതികളുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്നും M ഷാജിർ പറഞ്ഞു. കണ്ണൂർ ജില്ലാ അദാലത്തിൽ ആകെ പരിഗണിച്ച കേസ് 32 കേസാണ്. അതിൽ പരിഹരിച്ചത് 18 കേസുകളും അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് 14 കേസാണ്. പുതുതായി 7 പരാതികൾ യുവജന കമ്മീഷന്റെ ജില്ലാ അദാലത്തിൽ വെച്ച് വന്നിട്ടുണ്ട്. പൊതുവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ഫീസുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ച് ലഭിക്കുന്നതിന് പരാതി വന്നിട്ടുണ്ട്. ഒരു ക്വാറി അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു വില്ലേജ് ഓഫീസർക്കെതിരെ വന്നൊരു പരാതി വന്നിട്ടുണ്ട്. തെയ്യംകല അക്കാദമിക്കെതിരെയുള്ള പരാതിയുണ്ട്. 1-2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ വന്ന പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വന്ന ചില പരാതികളെ സംബന്ധിച്ചുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പരാതിയുണ്ട്. ഇത്തരം വിവിധ വിഷയങ്ങളിലുള്ള 32ഓളം പരാതികളാണ് പൊതുവിൽ ഈ അദാലത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. പരിഗണിച്ച കേസിൽ ഏതാണ്ട് 18 കേസുകൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനും പരിശോധിക്കാനും പരിഹാരം കാണാനുമുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും M ഷാജിർ പറഞ്ഞു. PP രൺദീപ്, K ജയകുമാർ, P അഭിഷേക് എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ മാഹി മേഖലയിലെ വിതരണോദ്ഘാടനം മാഹിയിൽ നടന്നു. മാഹിയിലെ 100 പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനമാണ് മാഹിയിൽ നടന്നത്. മാഹിയിലെ 100 പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനമാണ് നടന്നത്. പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി E വത്സരാജ് മാഹി MLA രമേശ് പറമ്പത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഒന്നാം പതിപ്പും രണ്ടാം പതിപ്പൊക്കെ വളരെ വേഗത്തിൽ വിറ്റ് തീർന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ ലോക്കൽ വിതരണത്തിനുള്ള കോപ്പിയാണ് ഇന്ന് നമ്മൾ ഇവിടെ വിതരണം നടത്തുന്നത്. രണ്ടാമത്തെ ബുക്കാണ് ഇത് ആണെങ്കിലും ഇനിയൊരു മൂന്നാമത്തെ ബുക്കും കൂടി എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിന് ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുതിർന്ന പത്രപ്രവർത്തകൻ മികവാർന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് നടന്ന ഓർമ്മകൾ, ആ ഓർമ്മകൾ ഒരു കാലഘട്ടത്തിൻ്റെ അവിസ്മരണീയമായ സംഭവ വികാസങ്ങളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ആ താലിമാല എവിടെ പോയി എന്ന ഒരു പുസ്തകവും, രണ്ടാമത് ആ കാറും 7 മരണവും എന്ന ആ പുസ്തകം, അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരുന്നതാണ്. തീർച്ചയായും വളരെ ദൂരവീക്ഷണത്തോടു കൂടി ആ കാലഘട്ടത്തെ ഇന്ന് പുസ്തക രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട നവാസിനെ എൻ്റെ വളരെ അഭിവാദ്യം ഞാനിവിടെ അറിയിക്കുകയാണ്. അത്തരം ആ ഒരു കാലഘട്ടം പുതിയ തലമുറ അറിയേണ്ടതാണ്. എക്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള പുസ്തകം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി P രവീന്ദ്രൻ രമേശ് പറമ്പത്ത് MLAയിൽ നിന്നും ഏറ്റുവാങ്ങി.
മാഹി പ്രസ് ക്ലബിലേക്കുള്ള പുസ്തകം കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ജയന്ത് മാഹി ഏറ്റുവാങ്ങി. ഈ പുസ്തക പ്രസാധക രംഗത്തേക്ക് കടന്നിട്ട് കേവലം 6 മാസങ്ങളായിട്ടുള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 പുസ്തകങ്ങൾ നമുക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചു. വെറുമൊരു പ്രകാശനം മാത്രമല്ല, ആ പുസ്തകങ്ങൾ വലിയ രീതിയിൽ വിൽപ്പന നടത്താൻ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ട് ആ ദിവസം തന്നെ മുഴുവൻ കോപ്പികളും വിറ്റുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3ാമത്തെ പുസ്തകം നവാസ് മേത്തർ നേരത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വായിച്ചുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകം നമ്മൾ ഇപ്പോൾ പ്രകാശനം ചെയ്യുകയുണ്ടായി. അത് ആ കാറും 7 മരണവും എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകം കഴിഞ്ഞ നിയമസഭ പുസ്തകോത്സവത്തിൽ, അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് നമ്മൾ പ്രകാശനം നടത്തി നല്ല സ്പീക്കർ. അപ്പോൾ അതിൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ 100 കോപ്പി ആ വേദിയിൽ വെച്ച് തന്നെ ശ്രീ സാറിൻ്റെ പേരിൽ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി വിതരണം ചെയ്യാൻ സാധിച്ചു. മലബാർ വിഷൻ MD പാറായി മനോഹരൻ, COA മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത്, കണ്ണൂർ വിഷൻ ഡയറക്ടർ MK ഹരികൃഷ്ണൻ, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ സംസാരിച്ചു. മരണവും എന്ന് പറയുന്നത് അതിനകത്തൊരു അധ്യായം മാത്രമാണ്. 21 അധ്യായമുണ്ട്. ഈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 20 വർഷം മുമ്പാണ് ഒരു കാർ എടുക്കുന്നത്. അപ്പോൾ ഈ കാറ് ഡ്രൈവിംഗ് ഒന്നും അന്ന് ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ ആഗ്രഹത്തോടുകൂടി ഒരു കാറ് വാങ്ങുന്നു, ഒരു മാരുതി സെൻ കാർ. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തലശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രസിദ്ധമായ പാരീസ് ഗ്രൂപ്പിൽ നിന്നാണ് ആ വണ്ടി ഞാൻ വാങ്ങുന്നത്. അപ്പോൾ പാരീസ് എന്ന് പറഞ്ഞാൽ ബിരിയാണി കൊണ്ട് പ്രശസ്തമാണ്. തലശ്ശേരിയിലെ ഏറ്റവും വലിയ ഒരു തറവാട്ടുകാരാണ്. അവിടുത്തെ പാരീസ് അസിസ്കാൻ്റെ ഒരു മരുമകൻ്റെ ഈ കാറ് വാങ്ങിയിട്ട് അപ്പോൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ആദ്യമായിട്ടൊരു കാറ് വാങ്ങിയ സന്തോഷത്തിൽ ഈ കാറും എടുത്ത് ഉച്ചക്ക് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാറ് സ്റ്റാർട്ട് ചെയ്ത് പാരീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ ഓടിച്ചിറങ്ങുമ്പോഴാണ് ഒരു കോള് വരുന്നത്. മണവാട്ടി ജംഗ്ഷനിൽ ഒരാൾ വെട്ടേറ്റിട്ടുണ്ട്, അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ കാറ് മുന്നോട്ടെടുക്കണോ പിന്നോട്ടെടുക്കണോ എന്നറിയാതെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ഒന്ന് ഇത് മര്യാദയ്ക്ക് ഓടിക്കാനറിയില്ല, നേരെ ഇറങ്ങേണ്ടത് ലോഗറ്റ്സ് റോഡിലേക്കാണ്, അവിടുത്തെ തിരക്ക്, ഇത് ബാക്കോട്ട് മര്യാദയ്ക്ക് എടുക്കാനറിയില്ല. അങ്ങനെ വളരെ സാഹസപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. സംഭവം നടന്ന ഉടൻ രാഷ്ട്രദീപികയാണ്, എല്ലാ മണിക്കൂറിലും അടിക്കുന്ന പത്രമാണ്, ഓരോ സംഭവങ്ങളുണ്ടാവും പത്രം അടിക്കും. അങ്ങനെ വളരെ സാഹസപ്പെട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരവസ്ഥയുണ്ട്, ആ അവസ്ഥയിലാണ് ഞാനുണ്ടായത്. മെല്ലെ ആ കാർ എടുത്ത് അതേ കാർ പൊളിച്ചിട്ട് തന്നെ കയറ്റിയിട്ട് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് ഓടുന്ന ഒരു രംഗത്തിലാണ് ആ അധ്യായം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്.
AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പ്രമുഖ എഴുത്തുകാരൻ കെ പുണ്യത്തിന്റെ സ്മരണാർത്ഥം പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം പ്രമുഖ കവി പ്രഭാവർമ്മയ്ക്ക് സമ്മാനിക്കും. കെ പുണ്യത്തിന്റെ 3ാം ചരമവാർഷിക ദിനമായ മെയ് 24 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുണ്ടുചിറയിൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ പൊന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും പൊന്നം സർവീസ് സഹകരണ ബാങ്ക് നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനം മാത്രമല്ല എന്നതാണ്. ധനകാര്യ സ്ഥാപനമാണ് ലക്ഷ്യമാണെങ്കിലും അത് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. ആ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നത് കൊണ്ടാണ് സാഹിത്യ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു സ്ഥാപനം അത് കൂടി ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം 3ാമത്തെ തവണയായി നമ്മൾ ഈ കെ പുണ്യത്തിൻ്റെ പേരിലുള്ള അവാർഡ് സമർപ്പണത്തിൻ്റെ ഇന്നത്തെ ഈ കാര്യങ്ങൾ നീക്കുന്നത്. പ്രമുഖ എഴുത്തുകാരൻ കെ പുണ്യത്തിന്റെ ഓർമ്മയ്ക്കായി പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5-ന് പ്രശസ്ത കവി പ്രഭാവർമ്മയ്ക്ക് സമ്മാനിക്കും. കെ പുണ്യത്തിന്റെ പൊന്നം കൊണ്ടുചിറയിലെ പുതിയ മഠം വീട്ടുമുറ്റത്തൊരുക്കുന്ന ചടങ്ങിൽ പ്രമുഖ നിരൂപകൻ EP രാജഗോപാലനും കെ പുണ്യത്തിന്റെ സഹധർമ്മിണി രോഹിണി ടീച്ചറും ചേർന്ന് പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് ഏർപ്പെടുത്തിയ പുരസ്കാരം 3ാമത് തവണയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ജനുവരി 24 അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് കുണ്ടുചിറയിൽ TV അനന്തൻ ക്ലബിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് പുതിയ മഠം എന്ന വീട്ടിന്റെ മുറ്റത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പുതിയ മഠം അദ്ദേഹത്തിന്റെ ഈ പേരിലുള്ള പുരസ്കാരം പ്രമുഖ കവി ആദരണീയനായ പ്രഭാവർമ്മക്കാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരുന്നത്. പുരസ്കാരം കൊടുക്കുന്നതിനും ഞങ്ങളൊരു പ്രത്യേകത കണ്ടെത്തിയിട്ടുണ്ട്. അതിഥിയായി എത്തിച്ചേരുന്ന നമ്മൾ ക്ഷണിച്ചിട്ടുള്ള പ്രമുഖ നിരൂപകൻ, കേരളത്തിൽ അറിയപ്പെടുന്ന നിരൂപകൻ EP രാജഗോപാലനും കെ പുണ്യത്തിന്റെ സഹധർമ്മിണി രോഹിണി ടീച്ചറും ചേർന്നാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. കെ പുണ്യം അനുസ്മരണം നടത്തുന്നത് ടൊപ്കോ ചെയർമാൻ കാരായി രാജനാണ്. പ്രഭാവർമ്മയുടെ കവിതകളെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് പ്രമോദ് വള്ളച്ചാലാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ നേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിയ. ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവായ EP രാജഗോപാലിനെ പരിപാടിയിൽ ആദരിക്കും. കെ പുണ്യം അവാർഡ് ജേതാവ് പ്രഭാവർമ്മയെയും അദ്ദേഹത്തിന്റെ കവിതകളെയും കുറിച്ച് പ്രമോദ് വെള്ളച്ചാൽ സദസ്സിനെ പരിചയപ്പെടുത്തും. കെ പുണ്യത്തെക്കുറിച്ച് റബ്കോ ചെയർമാൻ കരൈ രാജൻ സംസാരിക്കും. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ, സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ MK സൈബുനിസ,
എ വാസു എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ്, കെ പൊന്നം സ്മാരക സമിതി കൺവീനർ പൊന്നം ചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി എം റീജ, അഡ്വക്കേറ്റ് കെ കെ രമേശ്, എം പി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷയും കുട്ടികളും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളിലെ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ആസക്തി കുറച്ചുകൊണ്ടുവരുന്നതിനും ആസക്തിക്ക് അടിമപ്പെട്ട കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുമായി കേരള സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് DDAD. തലശ്ശേരി മേഖലയിലെ അംഗൻവാടി വർക്കർമാർക്കായാണ് എരഞ്ഞോളി മോറക്കുന്ന് അംഗൻവാടി ഹാളിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് ACP MP ആസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ ഈ ഒരു രീതിയിൽ മക്കളുണ്ടാകുന്ന മാറ്റങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് ഇപ്പൊ ഈ ഒരു സ്ഥലം നമ്മുടെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ ഡിഅഡിക്ഷൻ, അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്, അവരുടെ മാറ്റങ്ങൾ എന്താണ്, അതാണ് നമ്മൾ തിരിച്ച് അറിയേണ്ടത്. ഇപ്പൊ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നമ്മളിപ്പോ റേഷനറി കിട്ടണമെങ്കിൽ എന്ത് വേണം? തമ്പ് വേണം അല്ലേ? ഡിജിറ്റൽ ഇല്ലെങ്കിൽ ഇപ്പൊ റേഷനറി കിട്ടില്ല. അപ്പൊ ഇത് ഒഴിവാക്കിയാൽ നമുക്ക് റേഷനറി കിട്ടുമോ? അപ്പൊ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കൂടെ എങ്ങനെ ജീവിച്ചു പോകുമെന്നാണ് നമ്മള്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകളൊക്കെ പറയുന്നത് പരിചയപ്പെടുമ്പോഴേക്കും ആൾക്ക് എന്ത് ചെയ്യും? ഫോട്ടോ ആയിട്ട് എടുക്കും അല്ലേ? അയാൾ ഇതിനെ കാണാൻ ഭയങ്കര സ്റ്റൈലുണ്ട്, ഭയങ്കര രസമാകുമ്പോൾ കുറച്ചുകൂടി കാണിച്ചു തരുമ്പോൾ അടുത്ത ഫോട്ടോ എടുത്തിട്ട് അയച്ചു. രണ്ടാമത്തെ സ്ത്രീകൾ എന്ത് ചെയ്യും? ഇത് തിരിച്ചതിങ്ങോട്ട് വിഷയപ്പെടുത്തും അല്ലേ? നമുക്ക് എത്രയോ പരാതികളാണ്. ഇപ്പൊ നിങ്ങള് രഹസ്യമായിട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിന് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ നിങ്ങള് ഇത് കൊണ്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ടെക്നോളജി ഇനിയിപ്പം വരാൻ പോകുന്ന AI കാലമാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ് ഇത് വരാൻ പോകുന്നത്. നിങ്ങളതിന് ഓപ്പറേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടറും നഴ്സുമാർക്ക് ഉണ്ടാവില്ല. അവിടെ ആരുണ്ടാവുക? റോബോട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ റോബോട്ടിക് കാലത്തേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് ഈ ടെക്നോളജിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ടെക്നോളജി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അതായത് നമ്മൾ ആലങ്കാരികമായിട്ട് പറയാൻ യാന്ത്രികമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ, യന്ത്രത്തെ പോലെ ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, എന്റെ അയൽവാസി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു. ഇന്നലെ ഒരു പരാതി തലശ്ശേരി SI KK ഷഹീഷ് അധ്യക്ഷനായി. SI K അശ്വതി, സൂപ്പർവൈസർമാരായ K ഗ്രീഷ്മ, K സിന്ധു, ഓഫീസ് സ്റ്റാഫ് സിദ്ധാർത്ഥ് എന്നിവർ സംസാരിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് ഷഫീഖ് ക്ലാസ് എടുത്തു. P സുനോജ് കുമാർ സ്വാഗതവും J നെഫർട്ടിറ്റി നന്ദിയും പറഞ്ഞു. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷം ഫെസ്റ്റീവ് 2026ന്റെ ഭാഗമായി നടത്തുന്ന നാട്ടരങ്ങ് നാടൻ കലകളുടെ സംഗമം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 മണിക്ക് പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളൂർ VN പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ 21ാം വാർഷികാഘോഷമായ ഫെസ്റ്റീവ് 2026ന്റെ ഭാഗമായി നടത്തുന്ന നാട്ടരങ്ങ് നാടൻ കലകളുടെ സംഗമം നടക്കുക. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രിയദർശിനി വനിതാ വേദി മയ്യഴിയിലെ 500-ൽ പരം വരുന്ന യുവ കലാകാരന്മാരെ ഒരുക്കി വിവിധ നാടൻ കലകളായ മെഗാ തിരുവാതിര, മെഗാ ഒപ്പന, മാർഗംകളി, കളരിപ്പയറ്റ് പ്രദർശനം, കൈകൊട്ടിക്കളി, യോഗ ഡാൻസ്, നാടൻ പാട്ട് തുടങ്ങിയ കലാപരിപാടികളാണ് നടത്തുന്നത്. പ്രിയദർശിനി യുവകേന്ദ്ര വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശിനി വനിതാവേദി എന്ന രൂപീകൃതമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു വനിതാവേദി രൂപീകൃതമായത്. ഇന്ന് 21ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് വനിതകളുടെ കൂട്ടായ്മ പള്ളൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നാട്ടരങ്ങ് എന്ന പേരിൽ നാടൻ കലകളുടെ അവതരണം നടത്തുകയാണ്. മെഗാ തിരുവാതിരയാണ്. 260ഓളം വനിതകളും കുട്ടികളും പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര. അതോടൊപ്പം തന്നെ മെഗാ ഒപ്പന, മാർഗംകളി, കൈകൊട്ടിക്കളി, കളരിപ്പയറ്റ്, യോഗ ഡാൻസ് എന്നിവ അന്നേ ദിവസം അവതരിപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വനിതാവേദി പ്രസിഡന്റ് PTC ശോഭ,
ഷിജിന സന്തോഷ്, PTK അനഘ, സാവിത്രി നാരായണൻ, ചന്ദ്രി, VM ഷഹനാസ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയായ പിണറായി AKG മെമ്മോറിയൽ HSS സ്കൂളിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് വിദ്യാഭ്യാസ ജില്ലാ മത്സരം നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. ശകുന്തള നേതൃത്വം നൽകി. സ്കൂൾ തല പ്രാരംഭഘട്ട മത്സരത്തിൽ വിജയികളായ 2 ടീമുകൾ വീതം 72 വിദ്യാലയത്തിൽ നിന്നും 144 ടീമുകളിൽ നിന്നായി 288 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയായ പിണറായി AKG മെമ്മോറിയൽ HSS സ്കൂളിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് വിദ്യാഭ്യാസ ജില്ലാ മത്സരം നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. ശകുന്തള നേതൃത്വം നൽകി. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിന്റെ വിദ്യാഭ്യാസ ജില്ലാതലമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് 72 സ്കൂളുകളിൽ നിന്നായി 144 ടീം, അതായത് 288 കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായ മിടുക്കന്മാരും മിടുക്കികളുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ മത്സരം ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരും നിങ്ങൾ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് സ്കൂൾ തല പ്രാരംഭഘട്ട മത്സരത്തിൽ വിജയികളായ 2 ടീമുകൾ വീതം 72 വിദ്യാലയത്തിൽ നിന്നും 144 ടീമുകളിൽ നിന്നായി 288 വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് HSS അധ്യാപകൻ VV റിനേഷ് ക്യൂസ് മത്സരം നിയന്ത്രിച്ചു. ഒന്നാമത്തെ ചോദ്യം തന്നെ സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം പറയുന്നു, സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസന്യേ തമസ്സെല്ലാം, സയൻസന്യേ തമസ്സെല്ലാം, സയൻസിന്നു തൊഴുന്നു ഞാൻ, സയൻസിന്നു തൊഴുന്നു ഞാൻ. ഈ വരികൾ എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊക്കിലങ്ങാടി ഒന്നാമതെത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റാരിപ്പറമ്പ്, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേങ്ങാട്, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, AKG മെമ്മോറിയൽ പിണറായി, രാജീവ് ഗാന്ധി മൊഗേരിയിലെ പങ്കെടുത്ത 2 ടീമും, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്തുപറമ്പിലെ പങ്കെടുത്ത 2 ടീമും തുടങ്ങി 10 ടീമുകൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തലശ്ശേരി വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCയുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. കൂത്തുപറമ്പ് SP MP ആസാദ് സല്യൂട്ട് സ്വീകരിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCയുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. കൂത്തുപറമ്പ് SCP MP ആസാദ് സല്യൂട്ട് സ്വീകരിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിയത്ത് പ്രകാശൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB ശ്രീഷ, SPC ADNO K രാജേഷ്, വാർഡ് അംഗം ദിജിഷ, ധർമ്മടം സബ് ഇൻസ്പെക്ടർ ഷജീം, വികസന സമിതി ചെയർമാൻ ജനാർദ്ദനൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജൻ, PTA പ്രസിഡന്റ് ഷിംജിത് P, പ്രിൻസിപ്പൽ സജീവ് തോമസ്, പ്രധാനാധ്യാപിക ഷീബ, ഡ്രിൽ ഇൻസ്ട്രക്ടർ ഷിനു വെങ്ങിലോട്ട്, സോന, ബിജുമോൻ, SPC CPO മുഹമ്മദ് ഷമീർ, ACPO സീമ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കേഡറ്റിനെ ആദരിച്ചു. പിണറായി പെരുമയുടെ ഭാഗമായി പൊട്ടൻപാറയിൽ നടന്ന കമ്പവലി ഫൈനൽ മത്സരത്തിൽ കമ്പപ്പെരുമയിൽ ഏബിൾ പറമ്പായി കിരീടം ചൂടി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം പ്രശസ്ത ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. പിണറായി പെരുമയുടെ ഭാഗമായി പൊട്ടൻപാറയിൽ നടന്ന കമ്പവലി ഫൈനൽ മത്സരത്തിൽ കമ്പപ്പെരുമയിൽ ഏബിൾ പറമ്പായി കിരീടം ചൂടി. എരുവട്ടി പൊട്ടൻപാറയിൽ പിണറായി പെരുമ 8ാമത് സീസണിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതാണ് കമ്പപ്പെരുമ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. ടൗൺ ടീം കൂത്തുപറമ്പ് 2ാം സ്ഥാനവും, AKG ചാമക്കുഴി കാസർഗോഡ് 3ാം സ്ഥാനവും, കൊസാമ്പി ബേത്തൂർപ്പാറ 4ാം സ്ഥാനവും നേടി. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK സനോജ് ഉദ്ഘാടനം ചെയ്തു. വിജയികളായ ടീമുകൾക്ക് T സുധീർ, കുര്യൻ രാജൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആനന്ദത്തോടെ പഠിച്ചു മുന്നേറാനുള്ള ഊർജം നേടിടാം എന്ന പ്രമേയത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ടങ്ങാപ്പൊയിലിൽ തലശ്ശേരി കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ഏകദിന വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക M ശ്രീരഞ്ജിനി ഉദ്ഘാടനം നിർവഹിച്ചു. ആനന്ദത്തോടെ പഠിച്ചു മുന്നേറാനുള്ള ഊർജം നേടിടാം എന്ന പ്രമേയത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ടങ്ങാപ്പൊയിലിൽ തലശ്ശേരി കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ഏകദിന വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക M ശ്രീരഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ HST CP ലസിത അധ്യക്ഷയായി. CCF പ്രസിഡന്റ് PO ജാബിർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ, ട്രഷറർ മുനീസ് അറയിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ രഞ്ജിത്ത് തോട്ടത്തിൽ സ്വാഗതവും VK നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു. 8 ബാച്ചുകളിലായാണ് ഏകദിന ശില്പശാല നടത്തിയത്. രക്ഷിതാക്കൾക്കു വേണ്ടി സിറാജുദ്ദീൻ പറമ്പത്ത് രചിച്ച എൻ മനമേ നീയൻ ദാസനാണ് അധിപനല്ല എന്ന കൈപ്പുസ്തകം CCF പ്രസിഡന്റ് പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. പോസിറ്റീവ് പോസിബിലിറ്റീസ് ഡയറക്ടർ സിറാജുദ്ദീൻ പറമ്പത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശീലകരായ KA റജില, തസ്ലീമ ഷെരീഫ്, സീനത്ത് മുനീർ, MB റഷാദ് തുടങ്ങിയവർ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസുകളിൽ വിവിധ സെഷനുകൾ നയിച്ചു. റിപ്പബ്ലിക് ഡേ ജനുവരി 26 തലശ്ശേരി കെയർ ക്യൂറിന്റെ ഓഫീസിൽ വെച്ചിട്ട് കരിയർ ഗൈഡൻസ് ക്ലാസും അതിനുശേഷം കരിയർ കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് രക്ഷിതാക്കളെയും കൂട്ടിയിട്ട് അന്ന് തലശ്ശേരി പിലാമ്പൂരിലുള്ള CCFന്റെ ഓഫീസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടുന്ന് ബോധവൽക്കരണ ക്ലാസ് കിട്ടും. 10ാം ക്ലാസ്സിന് ശേഷം ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകാൻ സാധിക്കും. തലശ്ശേരി വടക്കുംപാട് കടയന്താറ്റിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതിറ മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് തിറ മഹോത്സവം നടന്നത്. വടക്കുംപാട് കടിയന്താറ്റിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതിറ മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. പുലർച്ചെ മുതൽ ഗുളികൻ, ശാസ്തപ്പൻ, കാർണവർ, ഭഗവതി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി.
ഉച്ചയ്ക്ക് കാർണവ റൂട്ടും പ്രദേശവാസികളുടെ പ്രസാദ സദ്യയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഗണഗീതം തടഞ്ഞ സംഭവത്തിൽ ക്ഷേത്രങ്ങൾ RSSന്റെ ഓഫീസ് അല്ലല്ലോ എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഗണഗീതം ക്ഷേത്രങ്ങളിൽ പാടിയാൽ ജനങ്ങൾ തടയുമെന്നും KK രാഗേഷ്. തയ്യിലിൽ കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ മാതാവ് ശരണ്യയ്ക്ക് ജീവപര്യന്തം. 1 ലക്ഷം രൂപ പിഴയും. തോട്ടടയിൽ ബൈക്ക് അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് SN കോളേജിലെ BSc ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥി അഖിലേഷ് രവീന്ദ്രൻ. സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്ത് നടത്തി 32 പരാതികളിൽ 18 എണ്ണം തീർപ്പാക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.